ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഫാഹിം സഫർ ആൻഡ് നൂറിൻ ഷെരീഫ്. സഫറിങ് ആയിപ്പോയി. സഫർ എഴുതിയിട്ട് വല്ലാത്ത സഫറിങ് ആയി. അടിപൊളി. നൂറിൻ ഷെരീഫ് ഒരു സീനിൽ വന്നു പോയി, സമാധാനം. അങ്ങനെ പറയരുത്. പിന്നെ മറ്റേ കക്ഷി ഇവരുടെ ഭർത്താവ്, മറ്റേ ഞാൻ പറയും ഈ സഫർ, ഇങ്ങനെ വെറുപ്പിക്കലോറ, എല്ലാവരും വെറുപ്പിക്കലാണ്. പക്ഷെ ഈ കക്ഷി എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം. ഇങ്ങനെ ഇങ്ങനെ മറ്റേ വാ തുറന്നിട്ടുള്ള പുള്ളിയുടെ മാസില്ല, ഇങ്ങനെ ആട്ട സെക്കൻഡിനെ മറ്റേ ഇങ്ങനെ ആ ഒരു സാധനമല്ലേ, ഫുൾ ടൈം ആ ഒരു ആറ്റിറ്റ്യൂഡാ പിടിച്ചേക്കുന്നത്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാ. പഴയ ചളിപ്പരിപാടിയൊക്കെ നിർത്തി ദിസ് ഈസ് മൈ കംബാക്ക് എന്നുള്ള സാധനം കാണിക്കുകയാണ്. ഒരു കാര്യമില്ല. എന്റെ മാനം പോയി ബാബു. നിന്നെ ഞാൻ കാണിച്ചാടാ പട്ടി. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ചളിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ അപരാധം, കച്ചറ, ലമ്പ് എന്ന് പറഞ്ഞ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന മുഴുവൻ അപരാധം, അതുപോലത്തെ വെറുപ്പിക്കൽ ക്യാരക്ടേഴ്സും. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങൾ പിന്നെ ശ്രീനിവാസന്റെ മക്കളായിട്ടുള്ള പിന്നെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും. നമ്മളെയാണല്ലോ മച്ചമ്പി. അങ്ങനെ ഒരു സൈഡിൽ ധ്യാൻ വല്ലാതെ വെറുപ്പിച്ചിട്ടില്ല. ധ്യാന്റെ ക്യാരക്ടറും കൊള്ളായിരുന്നു. ധ്യാൻ വന്നിട്ട് ധ്യാന്റെ ഡയലോഗ് ഡെലിവറിയും ഡബിങ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ലാലേട്ടന്റെ കഥാപാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോമാളി, ദ വേഴ്സ്റ്റ് കാമിയോ എവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹിസ് കരിയർ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രാഫിയിൽ ഇത്രയും അപരാധം പിടിച്ചൊരു ക്യാരക്ടറും അത് അത്രയും കോമാളിത്തരം കാണിക്കുക. ഒരു കയ്യബദ്ധം നാറ്റുകരുത്.